എല്ലാവർക്കും അല്ലിമുത്ത് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു 2 ദിവസത്തെ വീഡിയോ ആണ്. നമ്മൾ നാട്ടിൽ പോവാണ് ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലിയുടെയും ഞങ്ങളുടെയൊക്കെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാണ്. അതിലുണ്ടായ നമ്മുടെ എക്സ്പീരിയൻസും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ ചിക്കനൊക്കെ വാങ്ങി, തലേദിവസമാണിത്. രാവിലെ പുട്ടും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം ക്ലീനൊക്കെ ആക്കി പ്രോപ്പറാക്കി വെച്ചാൽ തിരിച്ച് വരുമ്പോൾ നമുക്ക് പണി കിട്ടത്തില്ല. അപ്പോൾ എല്ലായിടത്തും കറക്റ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്. അന്ന് തന്നെ വൈകുന്നേരം നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് ഓണം ഷോപ്പിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. മീററ്റിലെ ലാൽകുർത്തിയാണത്. അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. അധികം നേരമൊന്നുമില്ല. ഇന്ന് നമുക്കിതാ പണിയൊന്നും വിചാരിക്കരുത്. മോൾക്ക് 1 ടൈം ഫീഡ് ചെയ്തേം വെച്ച് തിരിച്ച് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങും. പെട്ടെന്ന് തന്നെ നമ്മൾ അവിടുന്ന് മാർക്കറ്റിൽ നിന്ന് പോരും. അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ ഷോപ്പിങ്ങൊന്നും നടത്താൻ നമുക്ക് പറ്റാറില്ല. മോൾക്ക് വേറെ ഫോർമുല മിൽക്കൊന്നും കൊടുത്തിട്ടില്ല. ഒരു തവണ കൊടുത്ത് നന്നായിട്ട് ഛർദിലും ലൂസ് മോഷനും ഒക്കെ ആയി. ലാക്ടോജനായിരുന്നു ഞാൻ കൊടുത്തിരുന്നത്. അത് അവൾക്ക് തീരെ പിടിച്ചില്ല. എല്ലാ കുട്ടികൾക്കും അങ്ങനെ ആവണമെന്നില്ല. ഇവൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അവൾക്കത് യോജിച്ചില്ല. ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി. അതുകൊണ്ടിട്ട് അവൾക്ക് അടുത്ത ഫീഡിങ്ങിന് ടൈം ആകുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് തിരിച്ചു പോരണം. അങ്ങനെ വൈകുന്നേരം വന്ന് തേങ്ങയൊക്കെ അരച്ച് തൊട്ടടുത്ത ദിവസത്തേക്കിന് അപ്പത്തിനൊക്കെ വെച്ചു. അങ്ങനെ രാവിലെ പിറ്റത്തെ ദിവസമാണിത് പോകുന്നതിൻ്റെ അന്ന്. അലീനെ എടുത്ത് ഞങ്ങൾ വെളിയിലിട്ടു. ഭയങ്കര വഴക്കായിരുന്നു. രാവിലെ അപ്പവും ചമ്മന്തിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. പാക്കിംഗ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് മിനിറ്റ് പാക്കിംഗ്. പിന്നെ അവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഇറങ്ങുന്ന ദിവസം. നാട്ടിലും മഴയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ പുറത്ത് നല്ല മഴ. അതൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ്. ഇപ്പം ഇവിടെ ഉണ്ടായിരുന്ന മിക്സിയാണ് എടുത്തിട്ട് പോയത്. അപ്പോൾ അതിനെ തിരിച്ചു കൊണ്ടുപോകണം. ഇത് പിന്നെ അവിടുത്തെ ഒരു തരം ലഡുവാണ്. നല്ല ടേസ്റ്റിയാണ്. പോകുന്നതിൻ്റെ ടൈമിൽ ഏട്ടൻ വാങ്ങി വന്നതാണ്. അങ്ങനെ അതിനെ കഴിച്ചു. പുറത്ത് നോക്കുമ്പോൾ നല്ല മഴയാണ്. താഴ്ഭാഗത്തെല്ലാം ഈ ഓടയുണ്ടല്ലോ, ചാലെല്ലാം വെള്ളം നിറഞ്ഞിട്ട് ഫുള്ള് വെള്ളമായി. അത്രയ്ക്കും മഴയായിരുന്നു അന്ന്. ഇത് കുറച്ച് കഴിയുമ്പം ഈ വെള്ളം അങ്ങ് പറ്റും. ഓടയൊക്കെ ഈ അടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഈ വെള്ളം പ്രോപ്പറായിട്ട് ഒഴുകി പോകാത്തത്. അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ നോക്കി. പിന്നെ എല്ലാം റെഡിയായി പാക്ക് ചെയ്തു. നമ്മൾ പോകുന്നതിനും കുറേ മുമ്പ് തന്നെ എല്ലാം പാക്ക് ചെയ്ത് റെഡിയായി. പിന്നെ ഈ ബാൽക്കണിയിൽ വന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞാണ് നമ്മൾ പോകുന്നത്. വൈകുന്നേരം 5 മണിക്കാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത്. 10:30-ക്കായിരുന്നു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു. പക്ഷേ കാലാവസ്ഥ മോശമൊക്കെ ആയതുകൊണ്ടാണ് 11 മണിയോളം ആയി. 11 മണി കഴിഞ്ഞു ഫ്ലൈറ്റ് എടുത്തപ്പം. മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് ചേച്ചിയും കൂടെ കമ്പിളി പുതപ്പിനകത്ത് ഇങ്ങനെ കൂടിയിരിപ്പുണ്ട്. ഇത് നമുക്ക് ഇട്ട് പോകാനുള്ള ഡ്രസ്സായിരുന്നു. എല്ലാം തേച്ചെടുത്ത് പിന്നെ കഴിക്കാനായിട്ട് നമ്മൾ ചപ്പാത്തിയും ഉള്ളിക്കറിയൊക്കെ വെച്ചിട്ട് പോയിരുന്നു. ഫ്ലൈറ്റിനുള്ളിലെ ഫുഡ് ചിലപ്പം പിടിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വെളിയിൽ നിന്ന് കഴിച്ചിട്ടാണ് ഫ്ലൈറ്റിൽ കയറിയത്. അതൊരു തരത്തിൽ നന്നായി. അതിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ കഴിക്കാനൊന്നും പറ്റിയില്ല. 11 മണിയോളം ആയില്ലേ. മുന്നേ തന്നെ കുഞ്ഞുങ്ങൾക്കെല്ലാം കൊടുത്തത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മോള് കുറച്ചൊന്ന് കരയൊക്കെ ചെയ്തിരുന്നു. മൂത്താളിനെയും കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജും കാര്യങ്ങളും എല്ലാം ക്ലീനാക്കി ഇപ്പോൾ എല്ലാം ശരിയാക്കി വെച്ച് നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേനും മറ്റേ ദീദി ഉണ്ടല്ലോ, ചേച്ചീനെ വിളിച്ച് പറഞ്ഞാൽ എല്ലാം ഒന്ന് തൂത്ത് തുടച്ച് വെക്കും. കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല തിരിച്ചു വരുമ്പം. അതുകൊണ്ട് എല്ലാം ക്ലീനാക്കി വെച്ച് പോകുന്നതാണ്. അഥവാ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിലും നമ്മളാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാം ക്ലീനാക്കി വെച്ച് പോയാൽ തിരിച്ചു വരുമ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരാണ്ടിരിക്കും. അങ്ങനെ പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങി. ലാസ്റ്റ് മിനിറ്റ് കങ്കാരു ബൈഗും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരെങ്കിലും യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വാങ്ങി യൂസ് ചെയ്താൽ മതി. കുട്ടീനെയും കൊണ്ട് ട്രാവലിംഗ് ടൈമിൽ നല്ല യൂസ്ഫുള്ളാണ്. മഴയായത് കാരണം തന്നെ ഡ്രസ്സൊന്നും ഉണങ്ങിയില്ല. പിന്നെ അതിനൊക്കെ അങ്ങനെ വിരിച്ച് ഇട്ടിട്ട് പോരേണ്ട വന്നു. അങ്ങനെ ഫുഡും കാര്യങ്ങളും എല്ലാം തന്നെ പാക്ക് ചെയ്തെടുത്ത് നമ്മൾ വെളി നോക്കുമ്പോൾ നമ്മൾ ഇറങ്ങുന്ന ടൈം ആയപ്പോഴത്തേനും മഴയൊക്കെ കുറഞ്ഞിരുന്നു. പക്ഷേ യാത്രയുടെ ഇടയ്ക്ക് വീണ്ടും മഴയായിരുന്നു. എല്ലാം ക്ലീനായി. അങ്ങനെ വണ്ടി വരാൻ നോക്കിയെന്ന് വണ്ടിയിൽ കയറി നമ്മൾ യാത്ര തുടരുകയായിരുന്നു. കാറിൽ അത്ര ദൂരം പോകുമ്പോൾ നമ്മൾ മീററ്റ് ടു ഡൽഹി കാറിലാണ് പോയത്. കാറിൽ മോള് അത്ര കരഞ്ഞില്ല. ഇടയ്ക്ക് 1-2 തവണയൊക്കെ കരഞ്ഞപ്പോഴത്തേനും നമ്മൾ പാലൊക്കെ കൊടുത്ത് ആളിനെ ഉറക്കി ചെയ്തു. വലിയ ബുദ്ധിമുട്ട് അന്നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് അങ്ങ് ഡൽഹി ആവുമ്പോഴത്തേക്കിനും ആൾ കരയാൻ തുടങ്ങി. എത്രയെന്ന് വെച്ചാൽ ഒരുപാട് സമയമെടുത്തു. മഴയായതുകൊണ്ട് തന്നെ കാറിൽ ഒരുപാട് സ്പീഡിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിരുന്നു കാര്യങ്ങൾ. ഇത് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് നമുക്ക് കുറേ പ്രൊസീജിയർ ഉണ്ടല്ലോ, ലഗേജിൻ്റേത്, നമ്മളുടെ സെക്യൂരിറ്റി ചെക്ക്, അതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ചെന്നൊരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടന്നു. കുട്ടികളുള്ളത് കൊണ്ട് നമുക്ക് പരിഗണനയുണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്
ഒക്കെ വളരെ കൂളായിട്ടാണ് പോകുന്നത്. ഇത് പോകുന്ന വഴിക്കുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ഈ ഹൈവേയുടെ അപ്പുറമൊക്കെ നല്ല കൃഷി സ്ഥലങ്ങളാണ് ഇവിടെ. ഇത് കൊയ്തെടുക്കുന്ന യന്ത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആണ്, അതാണ്. ഇപ്പം ഈ കരിമ്പ് കൃഷി അതൊക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയാണ് ഫോണിൽ കൂടെ കാണുന്നതിനേക്കാളും. നമ്മൾ യാത്ര ചെയ്ത് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ തന്നെ മഴ ചാറാനൊക്കെ തുടങ്ങി നന്നായിട്ട്. പിന്നെ സന്ധ്യയാവാനും തുടങ്ങി. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നമുക്ക് നോർമലി ഒരു 2 മണിക്കൂറൊക്കെയാണ് വേണ്ടുന്നത്, 2-2.5 മണിക്കൂർ. പക്ഷേ മഴയായത് കാരണം ഒരുപാട് ലേറ്റായിട്ടാണ് എയർപോർട്ടിൽ ചെന്നത്. പക്ഷേ നമ്മൾ ടൈം കുറേ മുന്നേ ആണല്ലോ ഇറങ്ങിയത്. അതായത് 10:30 ഫ്ലൈറ്റിന് പോകാൻ വേണ്ടി 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ അവിടെ ചെന്ന് നമുക്ക് ധൃതി പിടിക്കേണ്ടതായ ആവശ്യങ്ങളൊന്നും വന്നില്ല. പിന്നെ അവിടെ ചെന്നും എല്ലാം ഈസി ആയിരുന്നു. ഫ്ലൈറ്റിൽ കയറുമ്പം എന്താണ്, കുഞ്ഞുങ്ങളെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യിക്കുക. എന്നാൽ ചില കുട്ടികൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ സമ്മതിച്ചൊന്നും വരില്ല. എൻ്റെ മോള് ആദ്യം സമ്മതിച്ചില്ല. ഫ്ലൈറ്റിൽ കയറിയ ഉടനെ തന്നെ കരയാൻ തുടങ്ങി നന്നായിട്ട്. ജീവിതത്തിൽ അവൾ അത്രയും കരഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഫ്ലൈറ്റ് എടുക്കുകയൊന്നും ചെയ്തില്ല, ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ആൾ കരയാൻ തുടങ്ങി. പിന്നെ ലാസ്റ്റ് ഏറ്റവും ബാക്കിലായിട്ട് എയർ ഹോസ്റ്റസ് ഒക്കെ ഇരിക്കുന്ന ഏറ്റവും ബാക്കിലെ ക്യാബിനിൽ പോയിരുന്നിട്ട് ബസ് ഫീഡ് ചെയ്യിച്ച് അവളെ ഉറക്കിയതിന് ശേഷമാണ്, ടേക്ക് ഓഫിന് മുമ്പിട്ടായിട്ട് ഉറക്കിയതിന് ശേഷമാണ് നമ്മുടെ സീറ്റിൽ വന്ന് ഇരുന്നത്. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും ലാൻഡിങ്ങിൻ്റെ സമയത്തും കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം. ഇല്ലെങ്കിൽ പ്രഷർ വേരിയേഷൻ വന്നിട്ട് കുട്ടിക്ക് വളരെയധികം ബുദ്ധിമുട്ട് വരും. കുട്ടിക്കല്ല, മുതിർന്നവർക്കും വരാം. എനിക്ക് വന്നു. എനിക്ക് ചെവിക്ക് ഊതി അടയ്ക്കുന്ന മാതിരിയൊക്കെ തോന്നിയിരുന്നു. എല്ലാവർക്കും അങ്ങനെ തോന്നുമെന്ന് എനിക്കറിയില്ല, ഇല്ല എന്നാണ് പറയണത്. ഏട്ടനൊന്നും തോന്നിയില്ല, എനിക്കും മോൾക്കും തോന്നി. മോളെ ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യിക്കുകയായിരുന്നു അന്നേരം. ലാൻഡിങ്ങിന് തൊട്ട് മുമ്പിട്ടായിട്ട് അതിനുശേഷം അവൾ ഉറങ്ങി. ലാൻഡിങ്ങിന് തൊട്ട് മുമ്പിട്ടായിട്ട് ആൾ ഉണരുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല. അപ്പം പസിഫയർ യൂസ് ചെയ്യാം, ഇല്ലച്ചാൽ എന്താണ് നമ്മുടെ നിപ്പിള് എന്തെങ്കിലും വെള്ളമൊക്കെ കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ എടുക്കാം. ഇല്ലെങ്കിൽ ഫോർമുല മിൽക്ക് കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ അതിനെ നിപ്പിളോ എന്തെങ്കിലും ഇങ്ങനെ എന്താണ് കുഞ്ഞിങ്ങനെ നുണഞ്ഞിരിക്കണം. അത് അത്യാവശ്യമാണ്, ഇല്ലെങ്കിൽ കുട്ടിക്ക് ബുദ്ധിമുട്ട് വരും. അതിനുശേഷം തിരികെ ഇറങ്ങാൻ നേരത്ത് കുഞ്ഞ് നന്നായിട്ട് കൈ കുടിക്കുന്നതാണ് എൻ്റെ മോൾ. അതുകൊണ്ട് തന്നെ അവളുടെ കൈ കുടിപ്പിച്ചു, ഏട്ടൻ്റെ കൈ കൊടുത്ത് കുടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ലാൻഡിങ്ങിൻ്റെ സമയത്ത് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ വന്നു. അങ്ങനെ കേരളത്തിൽ ലാൻഡ് ചെയ്തു ഞങ്ങൾ. വലിയ കുഴപ്പമില്ലാതെ ഇവിടെ എത്തി. ഇപ്പം വന്നപ്പോൾ ഉള്ള ഓണം വൈബാണിതൊക്കെ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.